ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് നടന്നു. വളാന്തോട് GHSS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പനത്തടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് GHSS വളാന്തോട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അയച്ചതിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് ഒരു നിർദ്ദേശം വന്നത്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജിയോ ലാബിന് വേണ്ട സഹായം നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് 10 സ്കൂളിൽ പെടുന്ന ഒരു സ്കൂള് വളാന്തോട് സ്കൂളാണ്. ഞങ്ങളിപ്പോൾ വളാന്തോട് സ്കൂളിലെ PTA കമ്മിറ്റി പ്രസിഡന്റും HM വന്നു ഞങ്ങളുടെ യോഗത്തിൽ വന്നിട്ട് അവരെ എഗ്രിമെന്റ് വെച്ചു. ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് വെച്ചു. ആ എഗ്രിമെന്റ് വെച്ചതിന്റെ ഭാഗമായിട്ട് അവരും കൂടി ഇതിൽ ഉൾപ്പെടും. ഇപ്പൊ മിനിഞ്ഞാന്നാണ്, കഴിഞ്ഞ ആഴ്ചയാണ് PTA പ്രസിഡന്റ് വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇനി വേറൊരു സ്കൂളിന്റെ പേര് കൊടുക്കുമ്പോൾ അതിന്റെ AS തരുന്നത് ജില്ലാ കളക്ടറാണ്. അതിപ്പോ വെബ്സൈറ്റ് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാനത് സാന്ദർഭികമായിട്ട് ഈ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഇല്ലും. അതിന് പുറമെ പനത്തടി പഞ്ചായത്തിനകത്ത് ആസ്പിറേഷൻ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് 83 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ജൈവവള യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പനത്തടി പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഇർഷാദ് റിപ്പോർട്ട് അവതരണം നടത്തി. അഡ്വക്കേറ്റ് SN സരിത, M. പത്മകുമാരി, ഷിനോജ് ചാക്കോ, മനോജ് കുമാർ, ലത അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് രാധാകൃഷ്ണ ഗൌഡ, സുപ്രിയ ശിവദാസ്, അരുൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി.